ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോവിന്ദച്ചാമിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏതു തരത്തിലേക്ക് ഇയാൾ ചാടിപ്പോയി എന്നൊക്കെയുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ അയാളിൽ നിന്ന് തേടുകയാണ് പോലീസ്. അല്പസമയം മുൻപാണ് അയാളെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഗോകുൽ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തെളിവെടുപ്പാണോ തുടരുകയാണോ അത്? അനുജ വിശദമായ പരിശോധനയും തെളിവെടുപ്പും തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സെൻട്രൽ ജയിലിനകത്തായിരുന്നു ഇത്രയും സമയം ഗോവിന്ദച്ചാമിയും പോലീസുകാരും ഉണ്ടായിരുന്ന ACPയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഗോവിന്ദച്ചാമി പോയ വഴികളായിരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ വഴികളിൽ കൂടിയുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഏതുവഴിയാണ് ചാടിപ്പോയത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്തു കൂടി അയാളെ ഗോവിന്ദച്ചാമിയെ സെൻട്രൽ ജയിലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഈ വഴിയൊക്കെ ആയിരിക്കാം അയാൾ പുറത്ത് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു തെളിവെടുപ്പും പരിശോധനയും ഇവിടെ നടക്കുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിലധികമായിട്ട് സെൻട്രൽ ജയിലിനകത്തായിരുന്നു ഗോവിന്ദച്ചാമി. പിന്നീട് പുറത്തിറക്കിയതിനു ശേഷം ഈ ഭാഗത്തു കൂടി കൊണ്ടുവരികയായിരുന്നു. ഒരു പക്ഷേ ഈ ഭാഗത്ത് വഴി തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവാൻ സാധ്യത. അതല്ലെങ്കിൽ മറ്റേതൊക്കെ വഴിയിൽ കൂടിയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതുവഴി കൊണ്ടുപോയതാവാനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുമായിട്ട് അന്വേഷണ സംഘം എന്തായാലും ഈ വഴി പോയിട്ടുണ്ട്. വിശദമായ തെളിവെടുപ്പും പരിശോധനയും അന്വേഷണം എന്തായാലും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നോക്കിക്കാണുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നേരമായിട്ട് സെൻട്രൽ ജയിലിനകത്തായിരുന്നു. സെൻട്രൽ ജയിലിൽ ഈ ഗോവിന്ദച്ചാമി പാർപ്പിച്ചിരുന്ന സെല്ലിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഏതുവഴിയാണ് പുറത്തേക്ക് കടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി നടന്നു വന്നിട്ടുള്ള വഴിയിൽ കൂടിയൊക്കെ അയാളെ കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ച് ഈ വഴി വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ഒരു പക്ഷേ ഇതുവഴി തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. ഒരുപക്ഷെ വീണ്ടും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. റിമാൻഡ് റിപ്പോർട്ടൊക്കെ പൂർണ്ണമായും തയ്യാറാക്കിയിട്ടില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. അതൊക്കെ തയ്യാറാക്കിയതിനു ശേഷം ആയിരിക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് അരമണിക്കൂറധികമായിട്ട് ഇവിടെ തുടരുകയാണ്. വിശദമായ തെളിവെടുപ്പ് തന്നെ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സഹതടവുകാരോടുൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സഹതടവുകാരുടെ സഹായം കിട്ടിയെന്ന് ഗോവിന്ദച്ചാമി ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഏത് രീതിയിലുള്ള സഹായമാണ് ലഭിച്ചത് എന്നും പറഞ്ഞിരുന്നു. അതൊക്കെ ശരിയാണോ എന്നറിയാൻ വേണ്ടി അവരോട് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ച് വിശദമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറെ നാൾ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു, അല്ലെങ്കിൽ ആസൂത്രിതമായ പരിശ്രമത്തിനൊടുവിലായിരുന്നു ഇത്തരത്തിൽ ജയിൽ ചാടാനുള്ള നടപടികൾ അയാൾ നടപ്പിലാക്കുകയും ആസൂത്രണത്തിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ജയിൽ വകുപ്പിന് സംഭവിച്ചിട്ടുള്ള ശക്തമായ വീഴ്ച അതെന്തായാലും വലിയ വാർത്തയായി. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രിസണേഴ്സ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ നയിച്ചത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമാണ്. ഈ വഴിയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇയാൾ ഫെൻസിങ്ങിലൂടെ തുണി ഇട്ട് കുടുക്കുണ്ടാക്കി അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലാണ് എന്നൊക്കെയുള്ളത് ഇയാളെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് അതിൽ ഈ തെളിവെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇയാൾക്ക് എങ്ങനെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ സംശയമുണ്ടല്ലോ. അതെ. ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിലൂടെ ഇയാൾ ഒരു കൈ കൊണ്ട് മാത്രം ജീവിക്കാൻ ശീലിച്ചൊരു വ്യക്തിയാണ്. കുറേ നാളുകൾ അയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കൈ മാത്രമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ അയാൾ സ്വായത്തമാക്കിയ കഴിവിനാൽ ഒരുപക്ഷെ അതൊക്കെ സാധ്യമായേക്കാം. നമുക്ക് കാണാം, നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മതിലാണ്. ഇത്രയും വലിയ മതിലാണ് ഇതൊരു ജയിലിന് ചുറ്റുമുള്ളത്. ഈ മതിലാണ് ഗോവിന്ദച്ചാമി ചാടിക്കടന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു കൈ മാത്രമുള്ള അയാൾ ചാടിക്കടന്നു എന്ന് വിശ്വസിക്കേണ്ടത്. ഫെൻസിംഗ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഫെൻസിങ് ഈ ജയിലിന്റെ മറ്റു ചുറ്റുമതിലുമൊക്കെ ഉണ്ട്. അതിന് മുകളിൽ കൂടി തുണി എറിഞ്ഞുകൊണ്ട് വലിഞ്ഞ് കയറി പുറത്തേക്ക് ചാടി എന്നാണ് അറിയാൻ സാധിച്ചത്. ആ രീതിയിലാണ് എങ്ങനെയായിരുന്നു ഈ ജയിലിൽ ചാടാനുള്ള തുടക്കം തൊട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഇയാളുടെ സെല്ലിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഏത് രീതിയിലായിരുന്നു ഗ്രില്ല് കട്ട് ചെയ്തത്, എങ്ങനെയാണ് കട്ട് ചെയ്തത്, എവിടെയാണ് ആയുധം സൂക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഏത് വഴിയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെ കൂട്ടിക്കൊണ്ട് പോയി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയത്. വലിയ 7.5 മീറ്ററോളം നീളമുള്ള മതിലാണ്. സാധാരണഗതിയിലൊന്നും ഒരു വ്യക്തിക്ക്, ഒരു പരിശീലനമൊന്നുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് കടക്കാൻ സാധിക്കാത്തതാണ്. തുണിയൊക്കെ കെട്ടിക്കൊണ്ടായാലും ഇത് മറികടക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമൊക്കെ ഒരു പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തോന്നാവുന്നതാണ്. ഈ രീതിയിൽ ഈ മതിലിന് മുകളിലേക്കാണ് ഫെൻസിംഗ് ഉള്ളത്. അതിന് മുകളിലേക്ക് തുണി എറിഞ്ഞുകൊണ്ട് മറികടക്കുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഏത് രീതിയിലാണ് ചാടിക്കടന്നത്,
ഒരുപാട് സമയം എടുത്തിട്ടാണോ ഈ ഫിൻസിങ്ങിൽ കുടുക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചോദിച്ച് മനസ്സിലാക്കും. എങ്ങനെയായിരിക്കാം ഈ മതിലിനെ അപ്പുറത്തേക്ക് ചാടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് സെൻട്രൽ ജയിലിനകത്തു നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഈ വഴി ഗോവിന്ദച്ചാമിയെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഈ മതില് ഈ ജയിലിന് ചുറ്റും ഉള്ളതാണ്. ഈ കോമ്പൗണ്ടിന് ചുറ്റുമുള്ള ഒരു മതിലാണ്. ഇത്തരം ഉയരത്തിൽ തന്നെയാണ് ഈ കോമ്പൗണ്ടിന് ചുറ്റുമായിട്ട് മതിലുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മതില് ഇതിന്റെ മറ്റേ മറുഭാഗത്തു കൂടിയാണ് ഗോവിന്ദച്ചാമി കടന്നിട്ടുള്ളത്. അവിടെയും ഉയരം ഇത്ര തന്നെയാണ്. അതിന്റെ മുകളിൽ കൂടിയൊരു ഫെൻസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മറികടന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ അവിശ്വസനീയമായ ഒരു കാര്യം. വിശ്വസിച്ചേ പറ്റൂ. അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പുറത്തു നിന്നാണ് അയാളെ പിടികൂടിയത്. പക്ഷെ എങ്ങനെ സാധിച്ചു എന്നുള്ളതൊക്കെ എന്തായാലും വിശദമായ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിലൊക്കെ ഒരു കാര്യം വിശദമായി തന്നെ ഗോവിന്ദച്ചാമിയെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം പോലീസിനും അല്ലെങ്കിൽ ജയിൽ വകുപ്പിനൊക്കെ ആകെ നാണക്കേടാക്കിയ ഒരു സംഭവമായിട്ട് ഈ ജയിൽ ചാട്ടം മാറിയിട്ടുണ്ട്. മുൻപൊക്കെ നിരവധി ജയിൽ ചാട്ടങ്ങൾ വാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അരമണിക്കൂറിലധികമായി 45 മിനിറ്റോളമായിട്ട് ഇപ്പോൾ അയാളുമായിട്ട് ഇവിടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ACPയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അതിനുശേഷം എന്തായാലും ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ആശ്വാസം നൽകുന്നതാണ്. ഇനിയിപ്പോൾ ഇയാളെ ഇവിടെ നിന്ന് മാറ്റി വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുക, ഇതാണോ ഈ അടുത്ത തീരുമാനം? അത്തരത്തിലുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഗോവിന്ദച്ചാമി ഏറെ നാളുകളായിട്ട് ഇവിടെ തന്നെയാണ് കഴിഞ്ഞത്. ഈ ജയിലും പരിസരവും ഒക്കെ അയാൾക്ക് നന്നായി അറിയുന്നതാണ്. ജയിൽ ചാടാൻ ഇയാൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ സഹായം ലഭിച്ചു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. പക്ഷേ അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ അതിലൊരു തീർപ്പ്, അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കൂ. അതീവ സുരക്ഷയുള്ളൊരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. മറ്റൊന്ന് വിയ്യൂരാണ്. ഈ അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ചാടിയത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് മിക്കവാറും വിയ്യൂരേക്കാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി എന്ന വിശദാംശം അത് നമുക്ക് അല്പസമയം മുൻപ് വന്നിട്ടുണ്ട് ഗോകുൽ. മറ്റൊന്നിപ്പോൾ ചില കൂടുതൽ CCTV ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് പുറത്തേക്ക്. ഒളി സങ്കേതം തേടി ഗോവിന്ദച്ചാമി നഗരത്തിൽ അലയുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ്. പുലർച്ചെ 5:30 പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്ത് എത്തിയ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട്. അയാളുടെ പ്ലാൻ പകൽ ഒളിച്ചിരിക്കുക, രാത്രി കണ്ണൂരിൽ നിന്ന് കടക്കുക, ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നിരിക്കാം.